ബഹിരാകാശത്ത് 433 മണിക്കൂർ ചെലവഴിച്ച ശേഷമാണ് എത്തുന്നത്. ഏറ്റവും നിർണായകമായ കാര്യം, രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കുന്ന ഇന്ത്യക്കാരനായി ചരിത്രം കുറിച്ചിരിക്കുന്നു ശുഭാംശു ശുക്ല എന്നുള്ളതാണ്. രാകേഷ് ശർമ്മ എന്ന പേര് മാത്രമാണ് ഇതുവരെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ എല്ലാ തരത്തിലും നമ്മൾ ചർച്ച ചെയ്തത്. കൽപ്പന ചൗള ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു പൂർണ്ണതോതിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ രാകേഷ് ശർമ്മയുടെ പേര് മാത്രമാണ് ബഹിരാകാശത്ത് നമ്മൾ ചരിത്രമായി കുറിച്ചിരുന്നെങ്കിൽ അവിടെ ഇതാ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു എന്നുള്ളത്. ദൗത്യം ഒട്ടും എളുപ്പമായിരുന്നില്ലല്ലോ വിനീത. ഇപ്പോൾ പലതവണ മാറ്റിവെച്ച ശേഷമാണല്ലോ ശുഭാംശു പോയത്. ഇതാ സ്മൃതി, ഒരു നിമിഷം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. ആ പേടകത്തിന്റെ തൊട്ടടുത്ത് അതാ പേടകം നമുക്ക് കാണാം. പേടകത്തിന്റെ തൊട്ടടുത്തേക്ക് റിക്കവറി ഷിപ്പ് എത്തിയിരിക്കുന്നു, ബോട്ടുകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പാരച്യൂട്ടുകൾ മാറ്റുന്നു. അതിനുശേഷം ഈ പേടകം കൊണ്ടുപോകാൻ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. അവർ അവിടെ പരിശോധിക്കുകയാണ്, എന്തെങ്കിലും കുഴപ്പം ഇതിന് സംഭവിച്ചിട്ടുണ്ടോ, വെള്ളം കയറുന്ന നിലയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഇതിന്റെ താപനില ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും ഇത് കരയിലേക്ക് കൊണ്ടുവരിക. താപനില കൃത്യമായി ഒരു വലിയ വെളുത്ത ബലൂൺ പോലെ അതിങ്ങനെ കിടക്കുകയാണ്, വലത്തേക്ക് ചെരിഞ്ഞ് കിടക്കുകയാണ് ഈ ഗ്രേസ് പേടകം, അല്ലേ വിനിത? അതാണ്, എന്തൊരു മനോഹരമായ കാഴ്ചയാണ് സുജയ. നമുക്ക് ഇരുട്ടത്ത് അതിങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാം. അതൊരു ചരിത്രം കൂടിയാണല്ലോ എന്നതാണ് നമ്മളെ ഏറെ അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കുന്നത്.